ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് 3 അയില മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വിലയാണ്. അയിലയ്ക്കും മത്തിക്കൊക്കെ നല്ല വിലയുണ്ട്. അപ്പോൾ ഇതൊരു 1/2 കിലോയാണ് ഈ 3 അയില. നമുക്കിതൊന്ന് വെട്ടിക്കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പം നമ്മൾ അയില വെട്ടിക്കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കറി വയ്ക്കാനായിട്ട് നമ്മൾ നല്ല വലിയ അയില നോക്കി 2 എടുത്തിട്ടുണ്ട്. ഈ 2 കൂടെ നമുക്ക് കറി വയ്ക്കാം. അപ്പം നമ്മളിന്ന് വഴറ്റി അരച്ചാണ് കറി വയ്ക്കുന്നത്. അതിന് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മളിത് കുറച്ച് കൊച്ചുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. പൊളിച്ച് കഴുകിയെടുത്തതാണ്. നമ്മൾ കൊച്ചുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കോൽപ്പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിത് തണുത്തിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വന്നിട്ടുണ്ട്. നമുക്കിനി പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇതിൽ പരന്ന പാത്രം വയ്ക്കാൻ പറ്റുള്ളൂ. കറണ്ട് അടുപ്പായാരണേ. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ലേശം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അത്. നമ്മുടെ അയിലക്കറി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കറി വയ്ക്കുമ്പം, മുളക് കറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ അടിപൊളി കറിയാണ് കേട്ടോ. നമുക്ക് 2-3 ദിവസമൊക്കെ വെച്ചിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ ഒന്നും മറന്നു പോവല്ലേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.